ഇപ്പം ഒരു കൊച്ചിന് ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം നിലവിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ല, ദത്തെടുക്കാമെന്നുള്ളൊരിത് വന്ന് ദത്തെടുത്താൽ ഞാൻ ഈ കൊച്ചിനെ എങ്ങനെ നോക്കും, ഇതിൻ്റെ ലൈഫ് സെറ്റിലാക്കി കൊടുക്കാൻ പറ്റും എന്നൊരു ഉറപ്പുണ്ടെങ്കിലല്ലേ. എൻ്റെ ലൈഫിന് എനിക്ക് ഉറപ്പില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്. മിക്ക ഓട്ടോ സ്റ്റാൻഡിലും ഓട്ടോറിക്ഷക്കാരും എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ഒരു ഹായ് പറയുകയും നമ്മളെപ്പോഴും അടിച്ചമർത്തി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളുകളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ പൊതുസമൂഹത്തിൽ കൂടുതൽ ആളുകൾ നമ്മളോട് അടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മെൻ്റലി ഡിപ്രഷൻ കൂടുതലുള്ള ആളുകളാണ്. അപ്പോൾ ആളുകളൊക്കെ പൊതുസമൂഹം നമ്മളെ പോലെ തന്നെ നമ്മൾ എന്ന് കാണുമ്പോൾ നമുക്ക് നിലവിൽ ഈ പറയുന്ന നമുക്കൊരു ഒറ്റപ്പെടലൊന്നും ഇല്ലാത്തൊരു ജീവിതമാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മേഖല ഞാൻ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം സാധാരണക്കാരായിട്ടും എല്ലാവരുമായിട്ട് ചില ആളുകൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ വണ്ടി കയറുമ്പോൾ ഭയങ്കര മോൾ എവിടെയോ ഓടിക്കുന്നേ അല്ലെങ്കിൽ എവിടെ ഞാൻ കാണാം. ചില അമ്മച്ചിമാരൊക്കെ വണ്ടി കയറി ഭയങ്കരമായിട്ട് വർത്താനം പറയും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരൊക്കെ ഒന്ന് കണ്ണ് തുറന്നാൽ കയറി കിടക്കാനൊരു വീടോ അല്ലെങ്കിൽ അവർ ലക്ഷ്യത്തിൽ എന്താണോ ഒരു തൊഴിലാണെങ്കിൽ അതിൽ അവർക്കൊന്ന് പിടിച്ചു നിൽക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്താൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന TGs എല്ലോ അങ്ങനെയുള്ളിടത്ത് കുറച്ച് ഉത്തരവാദിത്വം ആത്മാർത്ഥത കൂടുതൽ കാണിക്കുകയോ സാമൂഹ്യ നീതി വകുപ്പോ ഒക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പ്രശ്നം നമുക്ക് വരില്ല നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം ചേച്ചി അടുത്തിടെയായിട്ട് ഇപ്പം ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ ഓൾമോസ്റ്റ് എല്ലാ കഥകളും എല്ലാ ചാനലും വന്നു കഴിഞ്ഞു, എല്ലാ കഥകളും എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ പറയുന്നത് ചേച്ചിയുടെ ഓട്ടോ ഒരാൾ തന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പം ആ ഓട്ടോയുടെ ഉടമസ്ഥനുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു എൻ്റെ ഒരു വിഷയം? ഇത് നിലവിൽ ഞാൻ ഈ വണ്ടി ഞാനത് എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പേരിൽ തന്നെ വണ്ടി എടുക്കാൻ വേണ്ടി ആദ്യമൊക്കെ മാക്സിമം ശ്രമിച്ചു. പിന്നെ ഫിനാൻസുകാരുടെ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ട്രാൻസ്ഫോമറാണ്, പിന്നെ മറ്റൊന്ന് വെച്ചാൽ നമുക്ക് കരടച്ച രസീത് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിലവിൽ വേറെ ആളുടെ പേരിലാണ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിലവിൽ ഈ വണ്ടിക്ക് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ക്യാഷ് ഞാൻ എൻ്റെ സ്വർണ്ണക്കൊലുസ് പണയം വെച്ച് ആണ് നിലവിൽ ഇത് ഡൗൺ പേയ്മെൻറ്റ് നിലവിൽ അടച്ചത്. പിന്നീട് ഇതിന് ശേഷം ഈ വണ്ടി നമുക്ക് ഷോറൂമിൽ നിന്ന് കിട്ടുമ്പോൾ ഓടാൻ പറ്റുന്ന കണ്ടീഷനിലല്ല നിലവിൽ കിട്ടുന്നത്. പിന്നെ അത് നമ്മൾ പടതയിടുകയും പിന്നെ ആ പടത കാര്യങ്ങൾ ലാസ്റ്റ് അതിന് ഇന്നർ കാര്യങ്ങളെല്ലാം വാങ്ങണം, പിന്നെ കുറേ പാച്ച് വർക്ക് അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വരുമ്പോൾ ഒരു 40,000-40,000 രൂപ 45,000 രൂപയൊക്കെ ശരിക്കും വണ്ടി പണിത് ഇറക്കുമ്പോൾ അത്രയും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഡൗൺ പേയ്മെൻറ്റ് അടച്ച് ഇറക്കുന്നതല്ല, നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും പൈസ നിലവിൽ ഇറങ്ങും. അപ്പോൾ ഈ പൈസ എല്ലാം നമ്മൾ കൊടുത്തു. എൻ്റെ ഭാഗത്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. എനിക്ക് എൻ്റെ പേരിലത് ഫിനാൻസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നിലവിൽ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടായിരുന്നു, അപ്പോൾ ആളോട് പറഞ്ഞു. അപ്പോൾ ആൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ നിലവിൽ വണ്ടി എടുത്തു. പക്ഷേ ഇപ്പം ആളെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ വണ്ടിയാണ്, ഇപ്പം ആ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങ് പറയുകയാണ്. അപ്പം നിലവിൽ ഈ വണ്ടി നിലവിലെടുത്തപ്പോൾ നിലവിൽ അവിടെ ബജാജിൽ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, അതിൻ്റെ അവകാശി എന്നുള്ളൊരു കുളത്തിൽ അന്നരാജ് എന്ന് വെച്ചിട്ടുണ്ട്. ബാക്കി ഫുൾ ഈ RC ബുക്കും കാര്യങ്ങളും ആളുടെ പേരിലാണല്ലോ. അപ്പം ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ ആൾക്ക് ഇടയ്ക്ക് മൈൻഡ് മാറുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 3-6 ഓട്ടം പോയി. അപ്പോൾ ഓട്ടം പോയപ്പോൾ എൻ്റെ ചേച്ചിയുടെ വീട് അടിമാലിലാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്നിട്ട് അവർ ഇങ്ങോട്ട് എൻ്റെ കൂട്ടുകാർ പിള്ളേർ തന്നെയായിരുന്നു, അതായത് ഇവിടെയുള്ള കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ വരാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ വണ്ടി കട്ടുകൊണ്ട് പറഞ്ഞിട്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്താൽ അതിനകത്ത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ തന്നേക്കുന്ന പൈസയുടെ എല്ലാ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നിലവിൽ എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം വണ്ടി റോട്ടിൽ ഇറങ്ങുമ്പോൾ ഒരു 65,000 രൂപയോളം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ തന്നെ മുടക്കിയ വണ്ടിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രേഖകൾ വെച്ച് പുള്ളിക്ക് പറയാം പുള്ളിയുടെ വണ്ടിയാണെന്ന്. പക്ഷേ എൻ്റെ ഫിനാൻസ് എല്ലാം ഞാൻ തന്നെയാണ് മുടക്കിയേക്കുന്നത്. അപ്പം എൻ്റെ അന്നേരത്തെ ഒരു സാഹചര്യം കൊണ്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വനിതാ വികസന കോർപ്പറേഷൻ്റെ ലോൺ നിലവിൽ കിട്ടും. പക്ഷെ ഈ ട്രാൻസ്ജെൻഡർ സെല്ലടക്കമുള്ള ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സിസ്റ്റവും വളരെയധികം സ്ലോ ആണ്. ഇപ്പം ഞാൻ അന്ന് ഈ വണ്ടി എടുത്ത സമയത്ത് ഓർത്തൊരു 3 അല്ലെങ്കിൽ 4 മാസം കഴിയുമ്പോൾ ഒരു ലോൺ വെച്ചിട്ട് ആ പൈസ നിലവിൽ ഈ വ്യക്തിക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എൻ്റെ പേരിലായിട്ട് മാറ്റാമെന്നൊക്കെയാണ്. പക്ഷെ അത് ഫുള്ള് ഞാൻ എല്ലാ ദിവസവും നമ്മുടെ TG സെല്ലിലേക്കൊക്കെ വിളിക്കും, ലോണിൻ്റെ കാര്യം എന്തായി, അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഇതുണ്ടോ. ഇപ്പം നമ്മൾ ഒരുപാട് താഴെ നിൽക്കുന്ന ഒരു വിഭാഗക്കാരാണ്. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന TG സെല്ല് പോലെയുള്ള സംവിധാനങ്ങളിൽ നമുക്ക് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇത്ര പൈസ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ഒരു മേഖല ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്കത് എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പറയുന്ന എല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമുക്ക് വേണം.
പക്ഷേ അതിന് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സിസ്റ്റം ഒന്നും നിലവിൽ അനങ്ങുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ 7-8 മാസമായി ഓൾറെഡി വണ്ടി വന്നിട്ട്. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല? കമ്മ്യൂണിറ്റി അതാ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് TG സെല്ല് തിരുവനന്തപുരത്ത്, സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ. ഇപ്പം ഞാനിതെല്ലാം മിക്ക ദിവസവും ഞാനൊരു ആഴ്ചയിൽ 2 തവണയെങ്കിലും വിളിക്കും. ഈ ലോൺ കിട്ടാറായോ, സ്വയം തൊഴിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം കൊടുക്കുന്നുണ്ട്. അപ്പം നിലവിൽ 5 ലക്ഷം രൂപ 4 ലക്ഷം രൂപയൊക്കെ ലോൺ നിലവിൽ വനിതാ വികസന കോർപ്പറേഷൻ്റെ കീഴിൽ നമുക്ക് വേണ്ടി ട്രാൻസിന് വേണ്ടി പ്രത്യേക ഒരു ഇതുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇത് നിലവിൽ ഇങ്ങനെ ഫ്ലോപ്പ് ആയിട്ടിരിക്കുക. ഒരു തീരുമാനം ഞാൻ വിളിക്കുമ്പോൾ എല്ലാം പറയാം, അന്നെ അടുത്ത മാസം ആകുമ്പോഴേക്കും അത് ഓക്കെ ആവും, അത് വിളിക്കും, അതിന് പരിശീലനം. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേരും പറഞ്ഞ് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇന്നത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ വിളിച്ച് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക, എന്താ പറയുക, ഇപ്പം അത് സാമൂഹ്യ വകുപ്പിൻ്റെ കീഴിലാണ് എല്ലാം തന്നെ. ഇത്ര ആൾക്കാരെ പരിശീലനം കൊടുക്കുക, കേക്ക് ഉണ്ടാക്കൽ പരിശീലനം, അതുണ്ടാക്കൽ പരിശീലനം. ഈ പരിശീലനം അല്ലാതെ ഇത് മുന്നോട്ട് നമുക്ക് ജീവിക്കണം. ഈ പരിശീലനം മാത്രം പോരല്ലേ. ഇതിപ്പോൾ എനിക്ക് കേക്ക് നിർമ്മാണത്തിന് പരിശീലനം തന്നു. ഇപ്പം ഞാനൊരു ഇത് ബോർമയോ അങ്ങനെ എന്തോ എനിക്ക് ഫണ്ട് വേണ്ടേ, അതിൻ്റെ വേണ്ട കാര്യങ്ങൾ പരിശീലനം കൊടുത്ത് അവിടെ നിർത്തി. ഇപ്പം സർക്കാരിൻ്റെ പ്രോജക്റ്റുകളിൽ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇത് ചെയ്തു, വലിയ വാർത്തയാക്കി. ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഇപ്പം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലൈഫിൽ എത്തി ഇങ്ങനെ ഇപ്പം എൻ്റെ ഒരു മേഖലയെ ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോഴും ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മാനസികമായി മെൻ്റലി ഞാൻ ഭയങ്കര ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. ഇപ്പം ഈ എനിക്ക് വണ്ടി ഞാൻ എടുത്തു എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, ഭയങ്കര അടുപ്പമുള്ള ഒരാളാണ് ഒരു 3-3.5 വർഷമായിട്ട്. പക്ഷേ ആൾ ഇന്നലെ വീട്ടിൽ വന്നിട്ട് വണ്ടിയുടെ താക്കോൽ എടുത്തിട്ട് വണ്ടിയുടെ താക്കോൽ. പിന്നെ ഞാനത് പിടിച്ച് മേടിച്ചു. ഞാൻ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അത്യാവശ്യം നല്ല തൻ്റെയൊക്കെ ഉണ്ട്, പക്ഷെ ചില സമയത്ത് നമ്മൾ ഡൗൺ ആയി പോകും. പൊതുവേ നമ്മൾ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ആളുകളാകുമ്പോൾ കുറച്ച് പൊതുവേ ഡിപ്രഷൻ കൂടുതലാണ്. ആദ്യകാലമൊക്കെ എനിക്ക് അങ്ങനെയാണ് 2 തവണ അൽമരത്തിലൊക്കെ വലിച്ച് കയറിയത്. അപ്പോൾ പിന്നെ ഇപ്പോൾ സർജറികളൊക്കെ കഴിഞ്ഞ് മാക്സിമം നമ്മൾ ഒതുങ്ങി അങ്ങ് പോകാമെന്ന് വെക്കുമ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ നാളെ ഞാൻ ഈ ഒരു വണ്ടി ഓടിക്കൽ എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള തൊഴിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ തന്നെ ഒരു ജീവനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വണ്ടി പുള്ളിക്കാരൻ എടുത്തിട്ട് പോകുമ്പോൾ ഞാൻ മാനസികമായിട്ട് കുറച്ച് ഇതാകുമെന്ന് പുള്ളിക്കാരൻ അറിയാം. അപ്പോൾ ഈ ഒരു ഇത് പുള്ളി ചെയ്ത് തെറ്റാന്ന് ഞാൻ പറയാം. തെറ്റാ ഈ കാണിക്കുന്നതൊക്കെ തെറ്റാ. ഇപ്പോൾ ഒരാളൊരു സഹായം ചെയ്തു എന്നും പറഞ്ഞ് ആ വ്യക്തിയുടെ അടിമയായിട്ട് നിൽക്കാനൊന്നും അതിനിപ്പോൾ എന്താന്ന് പറഞ്ഞാലും അല്ല. അപ്പൊ ആ പുള്ളി ഈ ഓട്ടോ തന്ന സമയത്ത് ഒരു സഹായം എന്നുള്ള നിലയിലല്ല ആയിരുന്നല്ലോ തന്നത്. അപ്പൊ അതിനായിട്ടുള്ള ഓണർഷിപ്പ് ഒന്നും പുള്ളിക്ക് ഉണ്ടായിരുന്നോ? ഇത് നിലവിൽ പുള്ളി തന്നു എന്നതല്ല, എൻ്റെ ക്യാഷ് മുടക്കി എനിക്ക് ഫിനാൻസ് എൻ്റെ പേരിൽ കിട്ടില്ലാത്തത് കൊണ്ട് പുള്ളിയുടെ പേരിൽ എടുത്തു എന്നുള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് വേണ്ടി ഇങ്ങനെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയെ ഞാനായിട്ട് ഒരിക്കലും ചെറുതാക്കുന്ന ശരിയല്ല എന്ന് ഓർത്താണ് ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞൊരു വ്യക്തി. അപ്പോഴും എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, നമ്മുടെ ഈ പറയുന്ന നമുക്ക് വനിതാ വികസന കോർപ്പറേഷൻ്റെ ലോണോ എന്തെങ്കിലും എടുത്ത് ഈ ഫിനാൻസ് പൈസ ഫുള്ള് പുള്ളിക്ക് കൊടുത്ത് ക്ലോസ് ചെയ്തിട്ട് വണ്ടി എൻ്റെ പേരിൽ ഒരു 6 മാസത്തിനുള്ള ഒരു ദിവസത്തിൽ ആക്കണം എന്നുണ്ടായി. ഇപ്പം ഇതിൽ ഓൾറെഡി 8 മാസം 9 മാസം ആകുമ്പോൾ വണ്ടി വന്നിട്ട് 7-8ഓളം ഫിനാൻസ് അടച്ചു. ഈ പറയുന്ന 8,300 രൂപ വെച്ച് ഞാൻ തന്നെ പുള്ളിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നേ. അപ്പോൾ ഈ പൈസയൊക്കെ എൻ്റെ പുള്ളി നിലവിൽ ഒരു വണ്ടിയുടെ ഇതായിട്ട് നിന്നു, ഒരു ആളായിട്ട് നിന്നു. നമുക്ക് ഫിനാൻസ് കിട്ടില്ലാത്തതുകൊണ്ട് എല്ലാം ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. വണ്ടി റോഡിൽ ഇറങ്ങാൻ വേണ്ടി 65,000 രൂപ ഞാൻ തന്നെ മുടക്കി. അപ്പം ഇപ്പോഴും നാളെ ഇപ്പം ഇത് ശരിക്കും പറയാം എന്നോട് ഇപ്പം ഇന്നലെയൊക്കെ ആയിട്ട് എൻ്റെ കൂട്ടുകാർ പറയും, പിള്ളേർ പറയും, ഇപ്പോൾ എൻ്റെ ഒരു മോള് അല്ലെങ്കിൽ എൻ്റെ ഒരു കൊച്ചാന്നൊക്കെ എൻ്റെ ഇവിടെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി. അപ്പം ഇപ്പോഴും എന്നോട് ചോദിച്ചു മമ്മി കാണിക്കുന്ന വിവരക്കേടല്ലേ മമ്മീന്ന്. അവരുടെ പേര് ഫിദാന്നാ. അപ്പോൾ ഞാനിപ്പോൾ ഈ പുള്ളി അന്ന് വന്ന് വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ തല്ലിപ്പൊളിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മെൻ്റലി ഭയങ്കര ഷോക്കായി ഞാൻ ഇറങ്ങി പോയി വിടുന്നത്. ഞാൻ അപ്പം ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോയി, ഞാൻ തിരിച്ചു വരില്ല, ഞാൻ ഇവിടെ കൊക്കപ്പിച്ചാടെന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ആ സമയത്ത് ഇവിടെ എൻ്റെ കൂടെ പോകുന്നു മൂന്നാറിൽ. അപ്പം ഞാൻ വണ്ടി കൊണ്ടുപോയി എന്നുവെച്ചാൽ ഇവിടെ ഇട്ട പുള്ളി എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെ ഇരുന്നിട്ട് ഞാൻ നിലവിൽ വണ്ടി കത്തിച്ചോളൂ അങ്ങനെയൊക്കെ പറയാൻ വിളിക്കും, വരിയെങ്കിലും വണ്ടി കത്തിക്കും അങ്ങനെയൊക്കെ പറയാം. എനിക്ക് ഭയങ്കര ജീവനായിട്ട് ഞാൻ കൊണ്ടുനടക്കണേ. അതുകഴിയുമ്പോൾ ഇപ്പോൾ ഫിദ എന്ന് പറഞ്ഞാൽ അവൾ എനിക്ക് ഷിപ്സുവിനെ എനിക്ക് 2 പട്ടി ഓൾറെഡി ഉണ്ട്. അപ്പം മമ്മി ഇവളോട് കുറച്ച് ഇഷ്ടം കാണിച്ചു കൊണ്ട് കിടക്കാം. അപ്പം കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഡിപ്രഷൻ നിന്നപ്പോൾ അതിപ്പോൾ അതും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഹാപ്പി ആയതാണ്. അല്ലെങ്കിൽ എനിക്ക് എങ്ങോട്ടേലൊക്കെ പോകാം. ഇന്നലെ വന്ന് താക്കോൽ എടുത്തുകൊണ്ട് വന്ന് നോക്കി. അപ്പം ഞാൻ താക്കോൽ കൊടുത്തില്ല. അതിന് മുന്നത്തെ ദിവസമാണ് വണ്ടി അടിച്ച് പൊട്ടിച്ച് ഇതുണ്ടോ എൻ്റെ അന്നയുടെ അവസ്ഥ ചിലന്തി കൂട് പോലെയാക്കി. പിന്നെ അത് കാണിച്ചതുണ്ടോ
ഈ ഗ്ലാസ് മാറാൻ 8000 രൂപയാണ് ഇതിൻ്റെ മെയിൻ ഗ്ലാസ്. ഇപ്പം ഞാൻ ഇപ്പം മേടിച്ചിട്ടു എന്ന് പറഞ്ഞാലും ഒരു പുത്തൻ വണ്ടിയാണ്. ഇപ്പം എനിക്കതൊക്കെ ഭയങ്കര വണ്ടിയുടെ ഒരു സാധനങ്ങൾ നശിപ്പിക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ഭയങ്കര അത് കറക്റ്റായിട്ട് അങ്ങനെ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ പുള്ളിയുടെ പേരിലുള്ളതുകൊണ്ട് പുള്ളി ചിലപ്പോൾ അവകാശം പറഞ്ഞാൽ എനിക്ക് വണ്ടി അവിടെ വരുന്നു കൊണ്ടുപോകാൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് പോകും. ഞാൻ അതിന് പൊന്നായിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണ്. അപ്പോൾ ചിലപ്പോൾ ആൾ ചിലപ്പോൾ ഇടയ്ക്ക് കള്ളു കുടിക്കുന്ന ആളാണ്. കള്ളുപിടിച്ച് വണ്ടി പിടിച്ചിട്ടുണ്ടെങ്കിലോ പിന്നെ പുള്ളിയുടെ പേര് തന്നെയാണ്. എന്നാൽ പോലും എൻ്റെ മുതലായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഞാൻ ഈ സാധനം മേടിച്ചത്. ഇപ്പോൾ പബ്ലിക് ഓർക്കും ഞാൻ അന്നും ആളുടെ പേരോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ ഒരു വിവരക്കേട് തന്നെയാണ്. ഇപ്പം നാളെ ഈ പുള്ളിയുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പുള്ളി ഞാനായിട്ട് കോൺടാക്ട് ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ വീട്ടുകാർ പറയാം ഞങ്ങളുടെ വണ്ടി വന്നിട്ട് വന്നെടുത്തിട്ട് എനിക്കൊന്നും പറയാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഉടമസ്ഥൻ എന്ത് പറയുന്നുണ്ട്? ഇപ്പൊ ഓട്ടോ തിരിച്ചു തരാമെന്നോ? പുള്ളി ഇപ്പൊ എൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ പറഞ്ഞു ഓക്കെ എങ്ങനെ ചെയ്തോ, പക്ഷെ ഞാൻ മുടക്കിയ പൈസ എനിക്ക് വേണം. പുള്ളി ഓക്കെ ഞാൻ വണ്ടി വിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിറ്റോ, എനിക്ക് പൈസ തിരിച്ചു വേണം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇതിൽ ഉണ്ടായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ ലൈസൻസിൻ്റെ കാര്യമൊക്കെ പിന്നെ നമ്മുടെ ജില്ലാ ജഡ്ജിയുടെ ഇടപെടൽ മൂലം പെട്ടെന്ന് ഫീമെയിലായി കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പം അന്നൊക്കെ എനിക്ക് നിലവിൽ വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ പോലും പുറത്തൊരാൾക്കും എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടി വന്ന് പിന്നെ എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വന്നു. അപ്പം നിലവിൽ ഒരു വണ്ടി കൂലിക്ക് ഓടിക്കാൻ ചോദിച്ചാലായാലും കിട്ടുമെന്നൊരിതുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് മെട്രോയിൽ നിലവിൽ വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ വലിയ ഷോ കാണിക്കുമ്പോൾ ഞാൻ പറയാം അന്നാന്ന് പേരെ എഴുതി ഓടിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, എനിക്ക് ആ വണ്ടി ഒരെണ്ണം മേടിച്ച് ഓടിക്കും, എനിക്ക് പ്രശ്നമില്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ നമുക്കിപ്പോൾ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്തെന്നും പറഞ്ഞ് എപ്പോഴും അയാളുടെ അടിമയായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എന്തായാലും അങ്ങനെ നിൽക്കാനല്ല ഇത്രയും ഫൈറ്റ് ചെയ്ത് ഞാൻ ഇവിടം വരെ വന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഡൗൺ ആണ്. എന്തെങ്കിലും പോലീസിൽ എന്തെങ്കിലും പരാതി കൊടുത്തു? ആളുടെ പേരിൽ RC ബുക്ക് ഇരിക്കുന്ന വണ്ടി ഞാൻ എന്ത് പരാതി കൊടുക്കും? ഇപ്പം ആളുടെ വണ്ടിയുടെ ഗ്ലാസ് ആൾ തല്ലിപ്പൊളിച്ചു, അവർക്ക് എന്താ പ്രശ്നം? അല്ലാണ്ട് എന്തെങ്കിലും പുള്ളിയുടെ ഭാഗത്തുനിന്ന് അല്ലാണ്ട് ആരെങ്കിലും നാട്ടുകാരുടെ എന്തെങ്കിലും സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? നാട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയങ്ങളും ഞാൻ ഒരു ഇൻ്റർവ്യൂവിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സമയത്ത് ഞാൻ ഇപ്പം കുറച്ച് മുന്നേ ആളെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇനി എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഉള്ള നിർബന്ധ ബുദ്ധികളൊക്കെയാണ് ഞാനൊരു ഇൻ്റർവ്യൂ ഞാൻ പറയും, ഉള്ള കാര്യം ഞാൻ വിളിച്ച് പറയും. ഇനി ഇങ്ങനത്തെ ഷോയാണ് ഞാൻ ആ വീട്ടിൽ തന്നെ കെട്ടി തൂങ്ങിച്ചാവും ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടിരിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകണം എന്ന് വിചാരിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി എപ്പോഴും വളരെ ഫ്ലോപ്പായി തന്നെ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല നമ്മുടെ സിസ്റ്റം വളരെ സ്ലോ ആണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സിസ്റ്റം ഫുള്ള് സ്ലോ ആണ്. ഇപ്പം ഇത്രയും ആളുകൾ പലരും ഇപ്പോഴും തെരുവിൽ നിന്ന് ജീവിക്കുന്നുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരൊക്കെ ഒന്ന് കണ്ണ് തുറന്നാൽ കയറി കിടക്കാനൊരു വീടോ അല്ലെങ്കിൽ അവർ ലക്ഷ്യത്തിൽ എന്താണോ ഒരു തൊഴിലാണെങ്കിൽ അതിൽ അവർക്കൊന്ന് പിടിച്ചു നിൽക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്താൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന TG സെല്ലോ അങ്ങനെയുള്ളിടത്ത് കുറച്ച് ഉത്തരവാദിത്വം ആത്മാർത്ഥത കൂടുതൽ കാണിക്കുകയോ സാമൂഹ്യ നീതി വകുപ്പോ ഒക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പ്രശ്നം നമുക്ക് വരില്ല നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ പുറത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് മാറ്റം വന്ന് പലരും സ്വന്തമായിട്ട് പല മേഖലയിലും പോകുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഫിനാൻസ് തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം മുന്നിൽ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ എൻ്റെ ലൈഫിൽ വണ്ടി വന്നേ പിന്നെ പഴയതിലും കുറച്ചും കൂടി ഹാപ്പിയാണ് ഞാൻ. നമ്മൾ പുറത്തായിട്ട് ഇറങ്ങിയാലും വണ്ടിയും കൊണ്ട് പോകുമ്പോഴായാലും നമ്മൾ ഓട്ടം വിളിക്കുന്നവരാണെങ്കിലും ഭയങ്കര, അതുപോലെ ഓട്ടോ സ്റ്റാൻഡിലുള്ള മിക്ക ഓട്ടോ സ്റ്റാൻഡിലെയും ഓട്ടോറിക്ഷക്കാരും എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ഒരു ഹായ് പറയുകയും നമ്മളെപ്പോഴും അടിച്ചമർത്തി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളുകളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ പൊതുസമൂഹത്തിൽ കൂടുതൽ ആളുകൾ നമ്മളോട് അടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മെൻ്റലി ഡിപ്രഷൻ കൂടുതലുള്ള ആളുകളാണ്. അപ്പോൾ ആളുകളൊക്കെ പൊതുസമൂഹം നമ്മളെ പോലെ തന്നെ നമ്മൾ എന്ന് കാണുമ്പോൾ നമുക്ക് നിലവിൽ ഈ പറയുന്ന നമുക്കൊരു ഒറ്റപ്പെടലൊന്നും ഇല്ലാത്തൊരു ജീവിതമാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മേഖല ഞാൻ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം സാധാരണക്കാരായിട്ടും എല്ലാവരുമായിട്ട് ചില ആളുകൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ വണ്ടി കയറുമ്പോൾ ഭയങ്കര മോൾ എവിടെയോ ഓടിക്കുന്നേ അല്ലെങ്കിൽ എവിടെയോ ഞാൻ കാണാം. ചില അമ്മച്ചിമാരൊക്കെ വണ്ടി കയറി ഭയങ്കരമായിട്ട് വർത്താനം പറയും. അപ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഭയങ്കര എവിടെയോ പരിചയം, കൂടുതലും എൻ്റെ ഇൻ്റർവ്യൂ കണ്ടാണ് എന്നെ പരിചയം. പിന്നെ ഞാൻ ലുലുവിൽ പോയപ്പോഴായാലും ഒരു ചേച്ചി നമ്മുടെ ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്നത് കുറേ നേരം ഇങ്ങനെ എന്നെ പുറകെ വന്നു. കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അന്നയാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇൻ്റർവ്യൂ കണ്ടു. കഴിഞ്ഞ സമയം ഒരു കുറച്ച് പ്രായമായവരെ ആൾ ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ ആളൊരു നല്ല പ്രായമുണ്ട്, എൻ്റെ അച്ഛനേക്കാളും പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ അടുത്തിട്ട് ഓടി വന്നു, മോൾ അന്നയല്ലേ വണ്ടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ മോളുടെ വണ്ടിയുടെ 2 ഫോട്ടോ എടുത്തോട്ടെ, മോളുടെ ഫോട്ടോ എടുത്തോട്ടൊക്കെ ചോദിച്ചിട്ട് വന്നു. അപ്പം അതൊക്കെ നമുക്ക് എന്നും ട്രാൻസ്വുമൻസ് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു വിലയിരുത്തലിൽ മൊത്തം നമുക്ക് അത് നമ്മുടെ സിസ്റ്റങ്ങളുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യകാലത്ത് കയറി കിടക്കാൻ വീട് കിട്ടില്ലായിരുന്നല്ലേ, നമുക്കൊരു ജോലിയില്ല, എന്തായാലും ജീവിക്കണ്ടേന്ന് ഓർത്ത് തെരുവിലൂടെ എത്ര വലിയ ആളുകളായ ആളുകളും നിലവിൽ ആദ്യം അവർക്കൊരു
ബാഡ് ലൈഫ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് മാത്രമാണ് ഇവിടം വരെ എത്തി വന്നത്. അപ്പം ഇപ്പോഴും പൊതുസമൂഹം കുറേ മാറി മാറി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉള്ളതാണ് ഇപ്പം എൻ്റെ പ്രശ്നം. അപ്പം ഇപ്പം ഈ വണ്ടി എനിക്ക് നിലവിൽ എൻ്റെ സ്വന്തമാണെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷനും പ്രശ്നങ്ങളും ഇല്ല. ഇതിപ്പോൾ ഞാൻ ഓടുന്ന പൈസ ഫിനാൻസ് അടയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും ഇതിപ്പോൾ ഫിനാൻസ് തീർന്നു കഴിയുമ്പോൾ എൻ്റെ വണ്ടിയെ പറഞ്ഞ ആൾ കൊണ്ടുപോയി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതിന് മുന്നേ എനിക്കൊന്ന് നിലവിച്ചാൽ ഈ ഒരു നമ്മുടെ സിസ്റ്റം ഒന്ന് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ എൻ്റെ കാര്യം നോക്കി എനിക്ക് ജീവിച്ച് പോകാം. ഇപ്പം നിലവിൽ നമ്മൾ അവിടെ നിന്നൊരു ലോൺ കിട്ടുന്ന എടുത്ത് ഇത് ക്ലോസ് ചെയ്താൽ ഇത്രയും ബാധ്യത എനിക്ക് വരില്ല ആ ലോൺ അടയ്ക്കുമ്പോൾ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് എനിക്കല്ല, നാളെ നമ്മുടെ ഒരേ കമ്മ്യൂണിറ്റികളും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ പോലും നമ്മളിലേക്ക് എത്താൻ ഒത്തിരി വൈകുന്നു. ഇതിപ്പം സർക്കാർ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെല്ലുന്ന സമയത്തോ ആ സമയത്ത് എന്തെങ്കിലും ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ കണ്ടുവരുന്ന അതാണല്ലോ, അപ്പം ആൾക്കാരെ തന്നെ ഒരു വേർതിരിച്ച് കാണുന്ന ഒരു സ്വഭാവം ചില സർക്കാർ സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവം? നമ്മൾ കൂടുതലുമായി ബന്ധപ്പെടുന്നത് നമ്മൾ സാമൂഹ്യ വകുപ്പാണ്. നമ്മൾ എന്തെങ്കിലും ഇതിന് മുന്നേ നിലവിൽ നമുക്ക് വേണ്ടി ഇരുന്ന സാമൂഹ്യനീതി വകുപ്പ് ഓഫീസറൊക്കെ കുറച്ച് ആക്റ്റീവായിരുന്നു. ഇത് ഇപ്പോൾ വന്നേക്കണതും അതിന് തൊട്ട് മുന്നേ ഉള്ളതും സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് ഒരു നീതി കിട്ടാത്തൊരവസ്ഥയാണ്. ഇപ്പം നമുക്ക് കരുതൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ടുണ്ട് സർക്കാരിൻ്റെ. അതായത് പെട്ടെന്ന് സർജറി കഴിഞ്ഞിട്ട് അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയോ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്ന് നിലവിൽ അഡ്മിറ്റ് ആകും. ഇപ്പോൾ റിനയിലാണ് സർജറി ചെയ്യണമെങ്കിൽ അവിടെ തന്നെയാണ് ചിലപ്പോൾ ആ ഡോക്ടർ തന്നെയായിരിക്കും ചിലപ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെല്ലുമ്പോൾ 50,000 അടയ്ക്കും, 1 ലക്ഷം അടയ്ക്കുന്ന പറയാൻ നമ്മൾ എവിടെ നിന്ന് എടുത്ത് അടയ്ക്കും? ഇപ്പോഴും ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ടോ? ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടെന്ന് പറഞ്ഞാൽ ഡൗൺ സർജറി നിലവിൽ അവിടെ നിലവിൽ സ്റ്റേ ആണ് റീനൈ മെഡിസിറ്റിയിൽ. ടോപ്പ് സർജറി അതായത് ട്രാൻസ്മെൻസിന് ഇപ്പം ഈ അടുത്ത കാലത്തുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ട്രാൻസ്മെൻ ആണ്. അപ്പോൾ നമ്മൾ 2-3 ഹോസ്പിറ്റലിൽ നോക്കി. പിന്നെ കോട്ടയത്ത് ചെയ്യുന്നുണ്ട്. കോട്ടയത്ത് ഇങ്ങനെ മാസങ്ങൾ കഴിയും ഡേറ്റ് കിട്ടാൻ, വർഷങ്ങളൊക്കെ ആകും ചിലപ്പോൾ. അപ്പോൾ ഇവൻ്റെ നിലവിൽ ഓൾറെഡി സർജറി ഇവിടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് വീണ്ടും ലെൻസിൽ വെള്ളം കിട്ടി, പ്രശ്നമായി. അപ്പോൾ നമുക്ക് കരുതൽ ഫണ്ടെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് തന്നെ കൊടുക്കേണ്ട സർക്കാരിൽ നിന്ന്. ഈ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസറുടെ ഒരു ലാഗ് കാരണം ഈ സംഭവം നിലവിൽ ഇത് കഴിഞ്ഞ് അവൻ്റെ ഒരു ഇത്താത്തയുടെ കയ്യിൽ നിന്നാണ് ഈ ഫണ്ട്. ഞങ്ങളുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന പൈസ ഞങ്ങൾ കുറച്ച് പേര് കൂടി ആദ്യമൊക്കെ അടയ്ക്കാൻ പറഞ്ഞ് 3,000 ഞങ്ങളൊക്കെ കൂടി അടച്ചു. പിന്നീട് അവൻ്റെ ഇത്താത്തയുടെ സ്വർണം, പിന്നെ ഇത്താത്തയുടെ ഒരു ഓട്ടോ ഓടിക്കുന്നത് പുള്ളി ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതിങ്ങനെ അടച്ചു നിലവിൽ ആ പൈസ അവർക്ക് കൊടുക്കാൻ പറ്റാണ്ട് അവൻ എന്നും മെൻ്റലി ഡിപ്രഷനായിട്ട് ഇങ്ങനെ എന്നാ നീ ഒന്ന് വിളിച്ചു നോക്കൂ. അങ്ങനെ ചോദിച്ചു. ഞങ്ങൾ 2-3 തവണ ചോദിച്ചു. പിന്നെ നമുക്ക് ഇവിടെ ജില്ലാ ബോർഡ് ഉണ്ട്. അതായത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ തന്നെ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ജില്ലാ ബോർഡ്, സംസ്ഥാന ബോർഡും ഉണ്ട്. അപ്പോൾ അവരെ വിളിച്ച് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം നാളെ സാമൂഹ്യ വകുപ്പ് ഓഫീസറൊന്ന് കാണാൻ പറഞ്ഞിട്ട് രാവിലെ ചെന്നു. അപ്പോൾ സാറ് ഞങ്ങൾ അതിന് മുന്നേ ഒക്കെ വിളിച്ചു ചോദിക്കുക, സാർ ഇത് മെയിൽ ചെയ്തിട്ടുണ്ടോ? നിലവിൽ പുള്ളി ഇവിടുന്ന് സൈൻ ചെയ്തിട്ട് പുള്ളി അങ്ങോട്ട് മെയിൽ ചെയ്യണം TG സെല്ലിലേക്ക്. അവിടെ ചെന്ന് പുള്ളി ഞങ്ങൾ നോക്കി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ഇപ്പം ചെയ്തിട്ടുണ്ടെന്ന്. ഈ സംഭവം കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോഴാണ് പുള്ളി ഇത് ചെയ്യുന്നത്. അപ്പം ഇപ്പോഴും ഈ ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സിസ്റ്റവും ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ പുള്ളിയോട് ഇങ്ങനെ ഡെയിലി തലേ ദിവസവും കൂടി നിലവിൽ ബോർഡ് മെമ്പർ ഞങ്ങളെക്കാളും ഇപ്പോൾ ഡയറക്റ്റ് പോയി ചോദിക്കുക. ഞാൻ ഒരു CBOയുടെ പ്രസിഡൻ്റൊക്കെയാണ്, പക്ഷേ അതിലും ഇതുണ്ട് നിലവിൽ ഈ ജില്ലാ ബോർഡിലിരിക്കുന്നത്. അപ്പം അവിടെ നിന്ന് വരെയും വിളിച്ച് ആൾക്കാർ ചോദിക്കും അത് അയച്ചോ, എല്ലാം ഞാൻ ചെയ്തു. ഈ സംഭവം നിലവിൽ പോയിട്ടില്ല എന്ന് വ്യക്തമായിട്ട് ഞങ്ങൾ അതിന് മുന്നേ അറിഞ്ഞു. രാവിലെ അതുകൊണ്ട് തന്നെയാണ് ചെന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഇപ്പം അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും നിലവിൽ ആ ഫണ്ട് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, സാറേ വിശന്ന് മരിക്കുന്നവനെ ചോറി കുഴിച്ചിരുന്നതിൽ വല്ല കാര്യമുണ്ടോ? അപ്പോൾ പുള്ളി ഇനി അന്നയ്ക്ക് എന്തോ പറയാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും പറയണതിൻ്റെ പേരിൽ അവൻ്റെ ഇതൊരു ലാഗാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പം എനിക്കിപ്പോഴും പറയാനുള്ള നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മിക്ക മേഖലകളും ഇപ്പം നമ്മൾ വയനാട് കണ്ടു. ഇപ്പം എത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി, എല്ലാവരും കൈകോർത്തു, അല്ലെങ്കിൽ സർക്കാരും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇപ്പം അവർക്ക് ഒരു നിലനിൽപ്പിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് കയറി കിടക്കാനൊരു കിടപ്പാടത്തിനോ ഒക്കെ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ സാമൂഹ്യ വകുപ്പിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗത്തുനിന്നും എനിക്കൊരു പരിശീലനം തന്നിട്ടല്ല ഞാൻ ഓട്ടോ ഓടിക്കാൻ പഠിച്ചേ. എനിക്ക് നേരത്തെ മുതൽ അറിയാമായിരുന്നു. പിന്നെ എൻ്റെ പേപ്പറുകൾ ഇങ്ങനെയൊന്നും ആക്കാൻ വേണ്ടി ഞാൻ കുറേ ഓടി നടന്നു. അത് കുറേ നല്ല മനുഷ്യർ പല സർക്കാർ സ്ഥാപനങ്ങളിലും ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു. പിന്നെ ഇപ്പം നമുക്ക് നിലവിൽ ഇപ്പം സർക്കാരിന് ഞാൻ പറയുന്നില്ല, ഈ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സിസ്റ്റങ്ങളാണ് നിലവിൽ ഇപ്പം ഇപ്പം വകുപ്പ് മന്ത്രിക്ക് ഇന്ന ആളുകളുടെ കാര്യം നിങ്ങളിങ്ങനെ ചെയ്തോന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവർക്ക് ഒരു കാര്യം പല കാര്യങ്ങളും ഉണ്ടാവും.
പക്ഷെ നമുക്ക് ഈ ടി ജി സെല്ല് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ. ടി ജി സെല്ലിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ നമ്മുടെ ആളുകൾ തന്നെയാണ്. എന്നിട്ടും ഞാൻ രക്ഷപ്പെട്ട എൻ്റെ കാര്യം മാത്രം, അത്രേ ഉള്ളൂ. ഇനി ചേച്ചിയോട് ഞാൻ പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം അന്ന് സ്റ്റോറി എടുക്കുന്ന സമയത്ത് താലിയുടെ കാര്യം സംസാരിച്ചിരുന്നു. അപ്പം ഇതുപോലെ ഗുരുജിയാണ് ഇതുപോലെ താലി ചാർത്തി തന്നത് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞു, ഇപ്പം ഫുള്ളായിട്ടൊരു സ്ത്രീ എന്നുള്ളൊരു കോൺസെപ്റ്റിലെത്തി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അമ്മയാകുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അത് നിലവിൽ നമ്മുടെ ലൈഫിൽ നിലവിൽ ഇപ്പം അത് പോസിബിൾ അല്ല. പിന്നെ അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിൽ നിലവിൽ അങ്ങനത്തെ ഒരു സർജറി ആരും ചെയ്തതായിട്ട് നിലവിൽ എൻ്റെ അറിവിലില്ല. അല്ല, അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആഗ്രഹങ്ങൾ നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഇപ്പം ആഗ്രഹം തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നാളെ എനിക്ക് ഭയങ്കര അവരങ്ങനെ കുറേ കമൻറ്റുകളൊക്കെ വരും. പക്ഷേ ഞാൻ പറയണേ, എൻ്റെ കാല് ഞാൻ നിലത്തുറപ്പിച്ച് വെച്ചിട്ട് വേണ്ടേ വേറെ ഒരു ഇപ്പം ഒരു കൊച്ചിന് ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം നിലവിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ല. ദത്തെടുക്കാമെന്നുള്ളൊരിത് വന്നു. ദത്തെടുത്താൽ ഞാൻ ഈ കൊച്ചിനെ എങ്ങനെ നോക്കും, ഇതിൻ്റെ ലൈഫ് സെറ്റിലാക്കി കൊടുക്കാൻ പറ്റും എന്നൊരു ഉറപ്പുണ്ടെങ്കിലല്ലേ. എൻ്റെ ലൈഫിന് എനിക്ക് ഉറപ്പില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ എങ്ങനെ ഞാനൊരു കുഞ്ഞിനെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെ ഞാൻ അങ്ങനെ ഒരു അവസരം ഞാൻ സ്വന്തം കാലിൽ നിൽക്കുകയാണെങ്കിൽ, ഇപ്പം അതിന് പകരം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മാഗി വലുതാണ്, സെൻറ്റ് ബെർണാർഡാണ്, സോറി ജൂലി, മാഗി മിനി പോമാണ്, പിന്നെ അതിലും കുഞ്ഞ്. ഞാൻ ഇപ്പം എപ്പോഴും പറയാം, എനിക്ക് 3 മക്കളുണ്ട്. 3 മക്കളിൽ ഏറ്റവും ഇളയതാണ് പിങ്കി. അപ്പം ഞാൻ എൻ്റെ ചിലപ്പോൾ കൂടെ കിടന്നുറങ്ങണത്, കൂടെ ഇരിക്കണത്, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചിനെ കൊണ്ടു നടക്കണേക്കാൾ ഇതായിട്ട് വേണം അതിനെ കൊണ്ടു നടക്കാൻ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവളെ കൊണ്ടു നടക്കുമ്പേ. അപ്പം ഞാൻ അതിനെ പിങ്കി എന്നാണ് അവളുടെ പേര്. അപ്പം ഞാൻ ഇങ്ങോട്ടേലും പോകുമ്പോൾ അമ്മയുടെ കൂടെ ഇങ്ങോട്ട് പോവാ, അതൊക്കെ എങ്ങോട്ട് പോയാലും വരും. ഞാൻ കട്ടിലേക്ക് കിടന്നുറങ്ങണം, ഞാൻ കിടക്കുന്നതിൻ്റെ താഴെ വന്ന് കിടക്കും, അല്ലെങ്കിൽ കട്ടിലേക്ക് കയറാറായിട്ടില്ല ആള്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉമ്മ അങ്ങനെ നമ്മളിപ്പോൾ കുഞ്ഞു പിള്ളേരോട് അമ്മയ്ക്കൊരു ഉമ്മ തരാനൊക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ ഉമ്മ തരുവള്. ഇപ്പം ഞാൻ പോരാൻ നേരത്തിൻ്റെ അടുത്ത് അവൾ പറഞ്ഞു, ഫിദ പറഞ്ഞു, മമ്മി ഇവളെ കൊണ്ടുപോകും, മാഗിനെയും കൊണ്ടുപോകും, അല്ല പിങ്കിനെയും കൊണ്ടുപോയിക്കോളാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അതുപോലെ കൂട്ടാം. അപ്പം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കുറേ ഇങ്ങനെ ആഗ്രഹമുള്ള ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ ചിലപ്പോൾ അവരിങ്ങനെ ഒരേ പെറ്റ്സിനെയൊക്കെ വളർത്തിയാണ് സന്തോഷങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നെ ഞാൻ പറയണേ, എപ്പോഴും ആഗ്രഹമുള്ള ആളുകൾ ആ ആഗ്രഹം തന്നെ, ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ കാല് ശരിക്കും പറഞ്ഞ നിലത്ത് പറഞ്ഞാൽ മല്ലേ. ഇപ്പം ഞാനിപ്പം നാളെ ഈ വണ്ടിയുടെ പ്രശ്നത്തിൽ എൻ്റെ സമനില തെറ്റിപ്പോകുന്ന അവസ്ഥകളൊക്കെ നമ്മൾ അത്രമേൽ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ഒരു തൊഴിൽ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുമ്പോൾ അത് പെട്ടെന്ന് ഫ്ലോപ്പ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു മൈൻഡ്. അപ്പം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നല്ല സെറ്റായി നിൽക്കുവാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. പക്ഷെ ഞാൻ നിലവിൽ അത്ര സെറ്റായിട്ടില്ല. ഇപ്പോൾ ചേച്ചി, ഞാൻ പറയുന്നത് കൊച്ചിയിൽ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൊച്ചിയിൽ ആണല്ലോ ഓട്ടോ ഓടുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ കൊച്ചിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കണ്ടാണ്, ഇപ്പം യുവ നടിമാർക്ക് നേരെ ഒരുപാട് ആക്രമണങ്ങൾ വരുന്നു, ഒരുപാട് യുവ നടന്മാരും പ്രമുഖരും ഒക്കെ അവരെ ഒരുപാട് ഹറാസ് ചെയ്യുന്നു. അതുമാത്രമല്ല, കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ സെക്സ് റാക്കറ്റ് ഉള്ളത് എന്നൊക്കെ പറയുന്നു. അപ്പം ചേച്ചിക്ക് ഇതിനോടുള്ള അഭിപ്രായം എന്താണ്? ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും? ഞാൻ പറയാം, ഞാൻ ഈ ഒരു ലൈഫിൽ വന്നപ്പോൾ എൻ്റെ അടുത്തും ഒത്തിരി ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, മോശമായിട്ട് ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഈ ഒരു ദിവസം വരെയും എന്നോട് അങ്ങനെ മോശമായിട്ട് എൻ്റെ വണ്ടിയിൽ കയറി ഒരു യാത്രക്കാരനും എന്നോട് ഇതുവരെയും, ഒരു യാത്രക്കാരനല്ല ഒരു യാത്രക്കാരിയും എന്നോട് മോശമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല നിലവിൽ. പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ വണ്ടിയായിട്ട് പോയപ്പോൾ പകൽ ഞാൻ ഇവിടെ വട്ടേക്കുന്നതെന്ന് പറയുന്നൊരു ഓട്ടം വന്നിട്ട് ഒരു ബുള്ളറ്റുകാരൻ്റെ പുറകെ വന്നിട്ട്, ഭയങ്കര സുന്ദരിയാണല്ലോ, എവിടെ വീടെന്ന് ഞാൻ അപ്പം തന്നെ കൊടുക്കാനുള്ള മറുപടി എടുത്ത് അവൻ പോയി. വണ്ടി KL 41 1781. ഞാൻ വണ്ടി നമ്പർ അപ്പം തന്നെ നോക്കും, എന്ത് പറഞ്ഞിട്ട് പോയാലും വണ്ടി നമ്പർ ഞാൻ നോക്കും. അപ്പം അങ്ങനെ ഞാൻ നോക്കി വെച്ചേക്കും, അത് ഇവിടുത്തെ വണ്ടിയാണെന്ന് അറിയാനൊക്കെ വേണ്ടി. അപ്പം ഞാൻ അന്നേരം അങ്ങനെ പറയേണ്ട അങ്ങ് പോയി. പിന്നെ അല്ലാതെ എനിക്ക് വേറെ ഒരു ഇതും ഉണ്ടായിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ആ ബിബറേജിൻ്റെ അവിടെ ഒരു ഓട്ടം പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് പ്രായം ഒരാളവിടെ നിന്നിട്ട് 2 മുട്ടയും കൂടി മേടിച്ചിട്ട് പോകാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞു, നിൻ്റെ വീട്ടിൽ കൊണ്ട് പെണ്ണുമ്പിളക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മറുപടി കൊടുക്കും. പിന്നെ കൊച്ചിയിലെ ഇപ്പോൾ സെക്സ് റാക്കറ്റിനെ കുറിച്ച് പറഞ്ഞാലും സ്ത്രീകൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ അതിക്രമം എന്ന് പറഞ്ഞാലും ഞാൻ പൊതു സമൂഹത്തിൽ മൊത്തം പുരുഷന്മാരെ ഒരിക്കലും കുറ്റം പറയില്ല. കുറേ ഇപ്പോൾ സിനിമാ മേഖലയിലാണെങ്കിൽ പോലും അന്നും ഈ ഹേമ കമ്മിറ്റി വരുന്നതിന് മുന്നേയും ഈ പറയുന്ന കോടതിയും നിയമവും എല്ലാ പീഡന കേസും ഇന്ന വകുപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. അന്നൊന്നും നിലവിൽ ഈ പറയുന്ന ആളുകൾ വരാത്ത, എല്ലാം കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പം നാളെ ഞാൻ പറയുവാണ്,
എനിക്ക് വണ്ടി എടുത്ത് തന്ന ആള് എന്നെ ഇത്ര വർഷമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ടും ഇത് പീഡനമാണെന്ന് എനിക്കറിയില്ലായിരുന്നോ. പിന്നെ നമുക്കൊരു താങ്ങ് കിട്ടുന്ന സമയത്ത് അവരെ അങ്ങ് അടിച്ചമർ ആ ഒരു നിലപാടിനോട് എനിക്ക് താല്പര്യമില്ല. ഒന്ന്, എല്ലാ മേഖലയിലും ചൂഷണങ്ങളുണ്ട്. ഇപ്പം ഇവിടെ തന്നെ പല വാർത്തകളും നമ്മൾ മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനത്തു നിന്നും കൊച്ചിയിൽ വന്ന് കോളേജിൽ വരുവാന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാവിലെയും എൻ്റെ ബന്ധുവായ ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ട് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 18, ഞാൻ വെറുതെ പറഞ്ഞതാണ്, ശരിക്കും കോടതിയിൽ നിന്ന് ഒരു ഉത്തരവിടണം. ചെറിയ പെൺപിള്ളേര് പ്രായപൂർത്തിയായി കല്യാണം കഴിച്ച് വിടുന്നവരെയും മൊബൈൽ ഫോൺ മേടിച്ച് കൊടുക്കാൻ പാടില്ലാത്തൊരു ഉത്തരവ് ഞാൻ അവളോട് പറഞ്ഞതാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഞങ്ങളുടെയൊക്കെ ഗ്രാമപ്രദേശമാണ്. ഞാൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത്, അതുപോലെ എൻ്റെ ചേച്ചിനെ കെട്ടിച്ചാൽ ഹൈ റേഞ്ചിലൊക്കെയാണ്. ഇപ്പം അവിടെ നിന്നൊക്കെ പിള്ളേർ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരേ മാസം ഹോസ്റ്റലിൽ താമസിച്ചാൽ ഇനി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകലെന്ന് വെച്ചാൽ ഇല്ല, ഞാൻ അടുത്ത കോഴ്സിന് ഇപ്പോൾ ചേരാൻ ചേർന്നിട്ട് പോവുക, അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുവാണ് ഒരു മാസം കൂടി, വീട്ടിൽ പോയി നിൽക്കാൻ താല്പര്യമില്ല. അപ്പം കൊച്ചിയിൽ ജീവിക്കുന്ന ഒരു മെട്രോ നഗരമാണ്, അവരിഷ്ടപ്പെടുന്ന രീതിയിൽ നടക്കാം. ഇപ്പം ഞാൻ ചിലപ്പോൾ രാത്രിയിലൊക്കെ ഓട്ടം പോകാറുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു 2 മണിക്കും 3 മണിക്കും എവിടെ നിന്നെങ്കിലും കഞ്ചാവും വലിച്ച് കുറ്റിയും പറിച്ച് നടക്കണ ഒരേ വണ്ടിയുടെ പുറകെ നമ്പർ പ്ലേറ്റ് പോലില്ലാത്ത വണ്ടിയുടെ പുറകിൽ ഓരോ ചെറിയ പെൺപിള്ളേരിരുന്ന് ലോകം ചുറ്റി നടക്കുക. ഇതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ പീഡനമായിരുന്നു പറഞ്ഞ് 1 മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയും. അന്നേരത്തെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് എല്ലാം ഇങ്ങനെ കറങ്ങി ചുറ്റി നടക്കും. അത് കഴിയുമ്പോൾ അത് പീഡനം, ഞാൻ ആ ആളെന്നെ പീഡിപ്പിച്ചു, ഈ ആളെന്നെ പീഡിപ്പിച്ചു, അങ്ങനത്തെ കാര്യങ്ങളോട് ന്യായമായ അല്ലെ സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യും. സ്ത്രീകൾക്ക് എല്ലാത്തിനും എല്ലാ പരിഗണനയും കൊടുക്കണം. പക്ഷേ നമ്മുടെ അറിവോടെയും നമ്മുടെ സമ്മതത്തോടെയും ലോകം മൊത്തം കറങ്ങി നടന്ന് നമ്മുടെ സന്തോഷങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പീഡനമായിരുന്നു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ എന്തോ ആയപ്പോഴാണ് തിരിച്ചറിഞ്ഞത് എനിക്ക് ഇല്ല, ഞാൻ സ്കൂളിൽ ആയിരുന്നു. ഇപ്പം എനിക്ക് നിലവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പം മുതലേ കൂട്ടുകാരികളായിരുന്നു കൂടുതൽ. ഇപ്പം എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ. അപ്പോൾ അന്നത്തെ സമയത്ത് ആ സ്കൂൾ ലൈഫിൽ കുറെ ഫ്രസ്ട്രേഷൻ ഉണ്ടായി കാണുമല്ലോ, കൂട്ടുകാർക്കിടയിലായാലും എല്ലാ ദിവസവും. ആ ഒരു ചേഞ്ച് മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു? പിന്നെ ചേഞ്ച് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശാരീരികമായ ശരീരപ്രകൃതികൾ, ഇപ്പം എനിക്ക് പണ്ട് മുതലേ എൻ്റെ കയ്യിലോ കാലിലോ എനിക്ക് മീശ വന്നിട്ട് എനിക്ക് ഇവിടെ ഇത്രയും ഭാഗത്ത് മീശ ഉണ്ടായിരുന്നില്ല. അതുപോലെ എനിക്ക് രോമം ഒന്നും ഉണ്ടായിരുന്നു കയ്യിൽ കാലിലൊന്നും. അന്നും ഇന്നും ഞാൻ വാക്സ് ചെയ്യാറേ ഇല്ല ഇതുവരെ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഡാൻസ് പഠിപ്പിക്കാനൊക്കെ വിട്ട് കുറച്ച് ഇളക്കം ഉള്ള സ്വഭാവമായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ജീവിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പിന്നെ കുറച്ച് പ്രായം പക്വതയായപ്പോൾ ഞാനൊരു ഞങ്ങളുടെ SNDP ശാഖയിലെ കമ്മിറ്റി അംഗമൊക്കെ ആയിട്ടൊക്കെ ഇരുന്നൊക്കെ സമയം. അപ്പം നമ്മൾ ഭയങ്കര പുരുഷനായിട്ട് അതുകൊണ്ട് അഭിനയിച്ച് കുറേ നാൾ ജീവിച്ചു. പിന്നെ എനിക്കും എന്നെപ്പോലെ കുറേ പേരുണ്ടെന്ന് തോന്നി ഉറപ്പ് വരുത്തിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. അത് മനസ്സിലാക്കിയ ആ ഒരു മൊമെന്റ് പറയാവോ? മനസ്സിലാക്കിയ ആ ഒരു എനിക്ക് അറിയാം, എനിക്ക് തിരിച്ചറിവായ കാലം മുതൽ അറിയാം. പക്ഷേ എൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും എല്ലാം ഇപ്പം ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ മാത്രമാണോ ഇങ്ങനെ ഉള്ളൂ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഞാൻ പറഞ്ഞ ഗ്രാമപ്രദേശം. ഇപ്പം ഞാൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഇപ്പം ഈ 3 പേര് എറണാകുളത്തുണ്ട്. ഒരു ട്രാൻസ്മെന്നും ഞങ്ങൾ 2 ട്രാൻസ് വുമൻസും ഉണ്ട് കവളങ്ങാട് എൻ്റെ പഞ്ചായത്ത്. ഒരാൾ നിലവിൽ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ട്രാൻസ്മെൻ കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ 3 പേരും ഒരു പഞ്ചായത്തിലെയാണ്. ഇപ്പം ഇവിടെ ഇപ്പം എറണാകുളത്തുള്ളതിൽ ഇപ്പം 3 പേര് 4 പേരൊന്നും ഒന്നിച്ച് ഒരു പഞ്ചായത്തിലുള്ള ആൾക്കാരൊന്നും ഇല്ല. എല്ലാവരും പല ജില്ലയിൽ നിന്നൊക്കെ വന്ന് പല. പക്ഷേ ഇത് നിലവിൽ ഈ പറയുന്ന ആളുകളെ ഞാൻ നിലവിൽ ഇവിടെ എത്തിയ പിന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചതായ പിന്നെയാണ് ഇവരിവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ ആളുകൾ ആ പഞ്ചായത്തിൽ ഉണ്ടെന്ന് വരെ മനസ്സിലാക്കണം. ഞാൻ എറണാകുളത്ത് വന്ന് എറണാകുളം ജില്ലയിൽ പെട്ട ഒരു സ്ഥലമാണെങ്കിൽ പോലും കുറച്ച് ഒതുങ്ങി. ഇപ്പോഴാണ് ഞങ്ങളുടെ അവിടെ കുറച്ച് പ്രായം പക്വതയുള്ള ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഡൗൺലോഡ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമോ, എൻ്റെ ചേച്ചിയുടെ കൊച്ചി ഇവിടെ പഠിക്കാൻ വന്നിട്ട് കൊച്ചി ലിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിക്കോ, നീ എന്താ ഇങ്ങനെയൊക്കെ നടക്കണേ, ക്രോപ്പ് ടോപ്പ് ഇത് എന്ത് ഉടുപ്പാ, നീ ഇന്നലെ പട്ടുപാടി ഇട്ടുകൊണ്ടല്ലോ നടന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ അവരോട് പറഞ്ഞാൽ ഞാൻ ഇന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ലാത്തൊരു, അംഗീകരിക്കുകയില്ല മനസ്സിലാക്കുകയോ ഇല്ലാത്തൊരു സമയമായിരുന്നു. അപ്പം അന്നേരം ഒന്നും എനിക്ക് ഒട്ടും പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങോട്ട് വന്ന് ഞാൻ ചാനലിലൂടെ തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നാട്ടുകാരും വീട്ടുകാരും. നമ്മളൊന്ന് അറിയപ്പെടുന്നവരെ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പല ഭാഗത്തുനിന്നും പല രീതിയിലും വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ട്. ഇപ്പോൾ ഈ ഓട്ടോ വന്നേ പിന്നെയാണ് ഇപ്പോൾ പറഞ്ഞ എൻ്റെ ചേച്ചിയുടെ കൊച്ചൊക്കെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കും. പിന്നെ ഞാൻ പറയാം, ഞാനൊരു 7 വർഷം ആയിട്ട് എനിക്ക് ഒരു നല്ല ദിവസങ്ങൾ, ഓണം വിഷു ഒന്നും ഞാൻ അങ്ങനെ ആഘോഷിക്കുന്നുണ്ടായിരുന്നില്ല. ഈ വർഷം എൻ്റെ ചേച്ചിയുടെ ഭർത്താവും പിള്ളേരും എല്ലാവരും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആൾക്കാരും എൻ്റെ രഞ്ജുമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ
ഒരു 10-22 പേര് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ പറഞ്ഞു ദൈവം ഇനി അടുത്ത വർഷം ഓണാകുമ്പോഴേക്കും ഞാൻ മരിച്ചു പോകാൻ വേണ്ടിയാണ് എല്ലാ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. 17 കൂട്ടം കറിയാണ് ഉണ്ടാക്കി, അതെല്ലാം രഞ്ജുമ്മ തന്നെ ഉണ്ടാക്കി. എൻ്റെ ഈ സിസ്റ്റത്തിൽ അമ്മേൻ്റെ ഗുരു എന്നല്ലേ ലച്ച കിട്ടുന്ന ആള് അമ്മ ആയിരുന്നു എല്ലാം ഉണ്ടാക്കി. അമ്മ പാചകം ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കഥകളി പഠിച്ച് അരങ്ങേറിയ പറഞ്ഞ് RLV രഞ്ജുമോള്, പുള്ളിക്കാരി ഇന്ത്യ കീഴടക്കും. ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് ഓട്ടോ ഓടിച്ച് പിന്നെ അങ്ങനെ. അമ്മ ഇവിടെ ഉണ്ട്, അമ്മ ഇവിടെ വയറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞിങ്ങനെ ഇരിക്കണു. ഇനി അടുത്ത കോഴ്സിന് ഇവിടെ ചേരണമെന്ന് പറഞ്ഞിരിക്കണു, UC ചേരാൻ വേണ്ടിയൊക്കെ ഇരിക്കണു. അങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ചേച്ചിക്ക് എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനിപ്പോൾ നിലവിൽ കുച്ചിപ്പുടി പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു കുറച്ചായിട്ട്. അപ്പോൾ ആദ്യം പോയി ഞങ്ങളൊരു 4-5 ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗായത്രി എന്ന് പറഞ്ഞ ടീച്ചർ, അത് സായി ട്രസ്റ്റിൻ്റെ കീഴിലാണ്, സായി ഗ്രാമത്തിൻ്റെ കീഴിൽ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അരങ്ങേറ്റം എല്ലാം ഫ്രീ ആണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇതിന് മുന്നേ ഒരു ബാച്ച് പഠിപ്പിച്ച് എല്ലാവരെയും അരങ്ങേറി അവർക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നൊരു സ്ഥാപനമാണ്. ഗായത്രി എന്നാണ് ഞങ്ങളുടെ മിസ്സിൻ്റെ പേര്. അപ്പോൾ ഒരു കുറച്ച് ക്ലാസ് കഴിഞ്ഞപ്പോൾ മിസ്സിൻ്റെ കാല് ഒന്ന് എന്തോ ഇതിപ്പോൾ ഇപ്പം ഇതായിട്ട് കുറച്ച് വീണ്ടും ക്ലാസ് തുടങ്ങി. എനിക്ക് ചെറിയ പനിയും കുറച്ച് ഓട്ടം പിന്നെ ഇങ്ങനത്തെ കുറച്ച് മാനസിക പിരിമുറുക്കങ്ങളും ഉള്ളത് കൊണ്ട് ഞാൻ പോയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഡാൻസ്. ചെറുപ്പത്തിലേ കുറച്ചാൾ പോയതാണ്. പിന്നീട് ഇതൊക്കെ വിട്ട് പിന്നെ എന്തൊന്നില്ലാത്തൊരു ജീവിതമായിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ ഇതായി കഴിഞ്ഞപ്പോൾ ഞാനത് ഡാൻസ് ക്ലാസ്സിൽ പോയി ചേർന്നു. കുച്ചിപ്പുടി പഠിക്കാനാണ് പോയത്. എനിക്ക് പണ്ട് മുതലേ മണിച്ചിത്രത്താഴ ഡാൻസ് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു വ്യക്തി. അത് ഞാൻ എന്തായാലും ഞാൻ പോകുന്നതിന് മുന്നേ അത് ചെയ്യും, ഉറപ്പാണ്. അപ്പം ഞാൻ അത് വേറെ ആളോട് ഞാൻ അത് ആ ഡാൻസ് മാത്രമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിലവിൽ കുച്ചിപ്പുടി പഠിക്കാൻ നിലവിൽ പോകുന്നുണ്ട്.